മോനെ സഞ്ജു ടെക്കി അങ്ങനെ വൈറലായിരിക്കുകയാണ്. എന്തായാലും സഞ്ജു വൈറലാകാനുള്ള കാരണമൊക്കെ എല്ലാവർക്കും അറിയാം. അതിനുശേഷം സഞ്ജു വന്നിട്ടുള്ള ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്, അതാണ് ഹൈലൈറ്റ്. കണ്ടിട്ടില്ലാത്തവർക്ക് ഞാൻ ഒന്ന് പ്ലേ ചെയ്ത് കാണിക്കും ഇവിടെ. നമ്മുടെ മീഡിയക്കാർക്കാണ് എനിക്ക് വലിയൊരു താങ്ക്സ് പറയാനുള്ളത്. കാരണം നിങ്ങളൊന്നും ഇല്ലായിരുന്നെങ്കിൽ ഞാൻ ഇത്ര റീച്ച് ആയിട്ടില്ല. ടി വി മാത്രമല്ല ഗൈസ് നമ്മൾ റീച്ച് ആയിട്ടുള്ളത്. ഗൈസ് പത്രം എന്ന് പറഞ്ഞാൽ അവിടെ അത് പത്രത്തിന്റെ അകത്തൊന്നുമില്ല, പത്രത്തിന്റെ ഫ്രണ്ട് പേജ്. അത് ഒരു പത്രത്തിലല്ല, ഓൾമോസ്റ്റ് എല്ലാ പത്രത്തിലും. ഓൺലൈൻ ന്യൂസിന്റെ കാര്യം പറയുന്നത് കണക്കേ ഇല്ല, അതിന് എണ്ണമേ എടുക്കാൻ പറ്റില്ല. അത്രത്തോളം ഓൺലൈൻ ന്യൂസ് ഉണ്ട്. ഓൾ ഇന്ത്യ ലെവലിലാണ് പോയത്. സോറി ബോയ്സ് ആൻഡ് ഗേൾസ്, ചെറിയൊരു കറക്ഷൻ ഉണ്ട്. ഇവിടെ ദുബായ് റേഡിയോയിൽ വരെ നീ ഫേമസ് ആണ്. വയറിലാണ് കണ്ടില്ല ഗൈസ്, അങ്ങ് ദുബായിൽ വരെ നമ്മളൊക്കെ എത്തിയിരിക്കുകയാണ്. ഓൾ താങ്ക്സ് ടു യു ഗൈസ്. സത്യം പറഞ്ഞാൽ ഗൈസ് ഇതിനൊക്കെ ഞാൻ എങ്ങനെ നിങ്ങളോട് നന്ദി പറയണമെന്ന് എനിക്കറിയത്തില്ല. ശരിക്കും ഞാൻ നിങ്ങളോട് കടപ്പെട്ടിരിക്കുകയാണ്. കാര്യമായിട്ട് പറഞ്ഞാണ് ഗൈസ്, എന്റെ ലൈഫിൽ എന്റെ യൂട്യൂബ് കരിയറിൽ ഇങ്ങനത്തെ ഒരു റീച്ച് എനിക്ക് കിട്ടിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഗൈസ് എനിക്കെതിരെ കംപ്ലൈന്റ് ചെയ്ത ആൾക്കാർക്കും MVDക്കും അവരവരുടെ ജോബാണ് ചെയ്തത്, അത് ഞാൻ മാനിക്കുന്നുണ്ട്. പക്ഷെ അതിനേക്കാൾ ഉപരി എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് വർക്ക് ചെയ്ത മീഡിയക്കാരാണ്. അവരോടാണ് എനിക്ക് ഭയങ്കര വലിയ താങ്ക്സ് പറയാനുള്ളത്. കാരണം യു ഗൈസ് മേഡ് മീ ഫക്കിംഗ് പോപ്പുലർ. അപ്പൊ ഗൈസ് ഇനി നിങ്ങളോട് ഒരു കൊച്ചു കഥ പറഞ്ഞായിരുന്നു. ഒരു സഞ്ജു ടെക്കി ഒരു പൊട്ടനാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇത്രയും അവന്റെ ചാനൽ നേരത്തെ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പണി റീച്ച് ഉണ്ടായിരുന്നു പണ്ട്. അതിനുശേഷം ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരു 70K അല്ലെങ്കിൽ ഒരു 40K അല്ലെങ്കിൽ 80K അത്രയൊക്കെ വരുന്നുള്ളായിരുന്നു റീച്ച്. അതിനുശേഷം ഇപ്പോഴത്തെ ഈ ഒരു ന്യൂസ് വന്നതിന് ശേഷം ഏകദേശം അത് 1 മില്യൺ എടുക്കാറായിട്ടുണ്ട് ആ ഒരു ഒറ്റ വീഡിയോ. പിന്നെ അതിനുശേഷം ഇട്ട വീഡിയോ ആണെങ്കിലും 4 lakhs അല്ലെങ്കിൽ 5 lakhs വ്യൂസ് ഒക്കെ വന്നു. അപ്പൊ അതിനുള്ള റീച്ച് അത്ര ഉണ്ടാക്കി കൊടുത്തത് നമ്മുടെ മീഡിയക്കാരൻ തന്നെ പറയണം. കാരണം നമ്മുടെ ഈ ബ്ലോഗർമാർക്കെതിരെ എല്ലാവരും മീഡിയക്കാർക്ക് അല്ലെങ്കിൽ ഒരു ഇതുണ്ടല്ലോ. കാരണം എന്ന് പറഞ്ഞാൽ പണ്ടൊക്കെ ഈ മീഡിയക്കാർക്കായിരുന്നു നമ്മൾ ഈ പരസ്യങ്ങളും അഡ്വർടൈസ്മെന്റും ഒക്കെ കിട്ടിക്കൊണ്ടിരുന്നത്. ഇപ്പൊ ഈ നല്ല ബ്ലോഗേഴ്സ് യൂട്യൂബേഴ്സ് ഒക്കെ വന്നതിന് ശേഷം അതിലും കുറഞ്ഞ പൈസയ്ക്ക് ഈ ആർട്സും കാര്യങ്ങളും ഒക്കെ യൂട്യൂബേഴ്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇവർക്ക് ഈ ന്യൂസുകാർക്ക് കുറച്ച് കുഴപ്പമുണ്ട് ബ്ലോഗർമാരെ കാണുമ്പോൾ. പിന്നെ അതുകൊണ്ട് തന്നെ സഞ്ജു ടെക്കിന് ഒരു നെഗറ്റീവ് വന്നപ്പോൾ അത് ന്യൂസുകാർ നല്ലപോലെ അങ്ങ് പൊലിപ്പിച്ച് വിട്ടു. അത് ഓക്കെ വിട്ടു. പക്ഷേ ഒരു കാര്യമുണ്ട്, സഞ്ജു ടെക്കി ചെയ്തത് വളരെ തെറ്റായിട്ടുള്ള കാര്യമാണ്. അത് അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ്. കാരണം വണ്ടിക്കകത്ത് സ്വിമ്മിംഗ് പൂൾ പണിയാവോ അതൊക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കര തെറ്റായിട്ടുള്ള കാര്യം തന്നെയാണ്. അപകടം വിളിച്ചു വരുന്ന കാര്യങ്ങൾ തന്നെയാണ്. അത് ആക്ഷൻ എടുക്കുക തന്നെ വേണം. പിന്നെ സഞ്ജു ടെക്കി ഒരു കുറച്ച് ഷോ ഓഫ് കാണിച്ചു, പട്ടി ഷോ എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. പച്ച വളർത്തി പറഞ്ഞാൽ പട്ടി ഷോ. അതിന്റെ ആവശ്യമില്ലായിരുന്നു അത്രയ്ക്ക് ഷോ കാണിക്കേണ്ട ആവശ്യം. എന്തായാലും അളിയൻ ഇനി കുറച്ച് നാൾ എന്തൊക്കെ നേരിടാൻ പോകുന്നത് നമുക്ക് കണ്ടറിയാം. പക്ഷേ ഒരു കാര്യം സൂക്ഷിച്ചാൽ നല്ലത്. കാരണം ഇങ്ങനത്തെ ഇത്രയും കാണിച്ചു കഴിഞ്ഞാൽ ഈ ഗവൺമെന്റ് തന്നെ ചാനൽ പൂട്ടിക്കാനുള്ള വകുപ്പും ഉണ്ട് എന്ന് സഞ്ജു ടെക്കി ഓർക്കുന്നത് നല്ലതാണ്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ പിന്നെ ചാനൽ പോയി കഴിഞ്ഞാൽ ഒന്നേന്ന് ഉണ്ടായിക്കൊണ്ട് വരിക പറഞ്ഞാൽ നല്ല കഷ്ടപ്പാട്. ഒരു ചാനൽ എത്ര ചെറിയ ഒരു ചാനലാണെങ്കിൽ അത് ഒരു മോണിറ്റൈസേഷൻ ആദ്യം എടുക്കാൻ തന്നെ നല്ല പാടുള്ള കാര്യമാണ്. അത് പണ്ടത്തിനെക്കാട്ടിലും ഇപ്പോൾ ഭയങ്കര പാടായിട്ടുള്ള കാര്യമാണ്. അത് അറിയാവുന്ന സഞ്ജു ടെക്കി കുറച്ചൊന്ന് അടങ്ങുന്നത് നല്ലതാണ്.